നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. മണിക്കെതിരെ അന്വേഷണം. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ മന്ത്രി എം മണിക്കെതിരെ അന്വേഷണം. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ കേസെടുത്ത് രാജാക്കാട് പോലീസ്. മന്ത്രിയുടെ പ്രസംഗത്തിന്റെ CD പരിശോധിച്ചെന്നും പ്രസംഗം കേട്ടവരുടെ മൊഴിയെടുക്കുമെന്നും വിശദീകരണം. അതേസമയം വിവാദ പ്രസംഗം ഗുരുതരമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിരീക്ഷണത്തോട് ഒന്നും പറയാനില്ലെന്ന് എം മണി. പെമ്പിളൈ ഒരുമയ്ക്ക് ഇക്കാര്യത്തിൽ കടലും കടലാടിയും പോലെയുള്ള ബന്ധമേ ഉള്ളൂവെന്നും വൈദ്യുതി മന്ത്രി. മണി മുഴക്കി ഹൈക്കോടതി. എം മണിയുടെ വിവാദ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദ്യം. പ്രസംഗം ഗൗരവ സ്വഭാവമുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി ഇതൊന്നും കാണുന്നില്ലേ എന്നും മണിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി. സംഭവത്തിൽ ഉടൻ വിശദീകരണം നൽകാൻ ഇടുക്കി SP-ക്കും DGP-ക്കും നിർദ്ദേശം. അതേസമയം പ്രസംഗത്തിൽ മന്ത്രിയെ ന്യായീകരിച്ച് സർക്കാർ. എം മണി സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും വിമർശിച്ചത് മാധ്യമപ്രവർത്തകരെയെന്നും സർക്കാർ അഭിഭാഷകൻ. എന്നാൽ മാധ്യമപ്രവർത്തകരെ എന്തും പറയാമെന്നാണോ വിചാരമെന്ന് ഹൈക്കോടതി. പത്രപ്രവർത്തകർക്കും പൗരാവകാശമുണ്ടെന്നും നിരീക്ഷണം. വിവാദം മുറുകുമ്പോഴും ശൈലി മാറ്റില്ലെന്ന് ആവർത്തിച്ച് എം മണി. പാർട്ടി ശാസന ഉൾക്കൊള്ളുന്നു. സ്ത്രീവിരുദ്ധമായി താൻ സംസാരിച്ചെന്ന വിലയിരുത്തൽ പാർട്ടിക്കില്ല. പരസ്യശാസന നൽകിയത് പ്രസ്താവന വിവാദത്തിനിടയാക്കിയതിനാലെന്നും വിശദീകരണം. പിന്തുണയുമായി പ്രതിപക്ഷം. TP സെൻകുമാറിന്റെ പുനർനിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നിയമനം നീട്ടിക്കൊണ്ടുപോകുന്നത് നിയമവ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളി. നീതിന്യായം നടപ്പാക്കുന്നതിലെ അനാസ്ഥ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുമെന്നും പിണറായിക്ക് രമേശ് ചെന്നിത്തലയുടെ കത്ത്. അതേസമയം സെൻകുമാർ കേസിൽ വീണ്ടും നിയമോപദേശം തേടി സർക്കാർ. സുപ്രീം കോടതി ഉത്തരവ് ലോക്നാഥ് ബെഹ്റയുടെയും ജേക്കബ് തോമസിന്റെയും നിയമനങ്ങളെ ബാധിക്കുമോ എന്നതിൽ പരിശോധന. തുടർ നടപടികൾക്കായി സർക്കാർ വിദഗ്ധ അഭിപ്രായം തേടിയത് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവയിൽ നിന്ന്. കത്തിക്കയറിയ കയ്യേറ്റം. CPM-CPI തർക്കത്തിൽ നിലപാട് വ്യക്തമാക്കി കോടിയേരി. രണ്ട് പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ടി വരും. LDF-നകത്ത് പ്രശ്നങ്ങളില്ല. നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെയും സർക്കാരിനെയും ശക്തിപ്പെടുത്താനാകണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി. CPI ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ തടസ്സമില്ല. മൂന്നാർ വിഷയത്തിൽ ഘടകകക്ഷികൾ തമ്മിൽ തർക്കങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നു. വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. അതിനിടെ ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കയ്യേറ്റങ്ങൾ അനുവദിച്ചു കൊടുക്കരുതെന്ന് VS. 1/4 നൂറ്റാണ്ട് മുൻപ് കയ്യേറ്റത്തിനെതിരെ താൻ രംഗത്ത് വന്നിരുന്നു. അന്ന് വെട്ടിനിരത്തലുകാരനെന്ന് വിളിച്ച് ആക്ഷേപിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2740 രൂപ, പവൻ 21,920 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.